കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം 19-ാം വാർഡിൽ കുഴൽക്കിണർ നിർമ്മാണം തുടങ്ങി. കഴിഞ്ഞ 7 മാസത്തിലേറെയായി ഇവിടുത്തെ കുഴൽക്കിണർ ഉപയോഗശൂന്യമായിരുന്നു. ഇതുമൂലം 3 വാർഡുകളിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 8 മാസത്തിലേറെയായി കല്ലേലി ഭാഗം 19-ാം വാർഡിലെ കുഴൽക്കിണർ ഉപയോഗശൂന്യമായിരുന്നു. ഇതേ തുടർന്ന് കല്ലേലി ഭാഗം വില്ലേജിലെ 18, 19, 20 വാർഡുകളിലെ ജനങ്ങൾ ജലക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുകയാണ്. കുഴൽക്കിണർ നിർമ്മാണത്തിന് വേണ്ടി CR മഹേഷ് MLA 19.06 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആരും ടെൻഡർ എടുത്തില്ല. തുടർന്ന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,61,600 രൂപ കൂടി അനുവദിച്ചു. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുഴൽക്കിണർ തകരാറായത് കാരണം കഴിഞ്ഞ 8 മാസക്കാലമായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. നമ്മൾ ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി, അതിൻ്റെ പെർമിഷനൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും ഇത് ടെൻഡർ ചെയ്തിട്ട് എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. കാരണം ഡ്രില്ലിംഗ് വാഹനങ്ങൾ പോകാനുള്ള അസൗകര്യം, റോഡിൻ്റെ വീതി കുറവ്. അപ്പോൾ ആ സ്ഥിതിയിൽ ഒരു കോൺട്രാക്ടറും ഇത് ടെൻഡർ എടുക്കാൻ തയ്യാറായി. പിന്നെ പഞ്ചായത്തിൻ്റെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സുജയ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ടെൻഡർ എടുത്തെങ്കിലും അദ്ദേഹം അത് എഗ്രിമെൻ്റ് വെക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥ. തുടർന്ന് നമ്മുടെ CR മഹേഷ് MLAയുടെ പ്രയത്നഫലമായി അദ്ദേഹം തിരുവനന്തപുരം ജലഭവനിൽ ഉന്നതതല യോഗം വിളിക്കുകയും, അതായത് MDയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം വിളിക്കുകയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരോടും കർശനമായ നിർദ്ദേശം അടിയന്തരമായി അവിടെ കുഴൽക്കിണർ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ ആ കോൺട്രാക്ടർ എഗ്രിമെൻ്റ് വെക്കുകയും അവിടെ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെയും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായി കഴിഞ്ഞ ഫെബ്രുവരി 10 എഗ്രിമെന്റ് വെച്ചെങ്കിലും വലിയ ഡ്രില്ലിംഗ് വാഹനം നിർമ്മാണ സ്ഥലത്ത് എത്താൻ കഴിയാത്തത് നിർമ്മാണം തുടങ്ങുന്നതിന് തടസ്സമായി. ഫെബ്രുവരി 14 CR മഹേഷ് MLA ഇടപെട്ട തിരുവനന്തപുരം ജലഭവനിൽ MDയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം വിളിക്കുകയും കുഴൽക്കിണർ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. വലിയ ഡ്രില്ലിംഗ് വാഹനം കടന്നുവരാൻ സൗകര്യമില്ലാത്തതിനാൽ സമീപവാസികളായ വലിയവിള പുത്തൻവീട്ടിൽ ഇസ്മയിൽ കുഞ്ഞ്, ഷാഹിർ മൻസിലിൽ ഷഹീർ, പൈറ്റുവിളയിൽ ഇസ്മയിൽ കുഞ്ഞ്, നൌഷാദ്, അഷ്റഫ് തുടങ്ങിയവരുടെ വസ്തുവിൽ നിന്നിരുന്ന മതിൽ പൊളിച്ചും വേലി നീക്കിയും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചും മൃഗാശുപത്രി സബ് സെന്ററിന്റെ മതിൽ പൊളിച്ചുമാണ് ഡ്രില്ലിംഗ് വാഹനം എത്തിക്കാൻ സൗകര്യമൊരുക്കിയത്. കുഴൽക്കിണറിന്റെ നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.